നമസ്കാരം. ഇന്ന് ഏപ്രിൽ 24. ഒരു ശരാശരി ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെറും ദിവസമല്ല, ഒരു ഉത്സവമാണ്. മൈതാനത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും ആ ബാറ്റിൽ നിന്നൊഴുകിയ മനോഹരമായ ഷോട്ടുകൾ പോലെ കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ ബാറ്റിംഗ് മാന്ത്രികത കൊണ്ട് ഇടം പിടിച്ച ക്രിക്കറ്റ് ദൈവത്തിൻ്റെ ജന്മദിനം. അതെ, മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ രമേശ് ടെണ്ടുൽക്കർക്ക് ഇന്ന് 53-ാം ജന്മദിനം. 1989 പാകിസ്ഥാനിലെ കറാച്ചിയിൽ ആ 16-കാരൻ പാഡണിഞ്ഞിറങ്ങുമ്പോൾ ആരും കരുതിയിരുന്നില്ല അത് ചരിത്രത്തിൻ്റെ തുടക്കമാണ്. വഖാർ യൂണിസിൻ്റെ ബൗൺസറിൽ മൂക്കിന് പരിക്കേറ്റിട്ടും മേം ഖേലേഗ, ഞാൻ കളിക്കും എന്ന ആത്മവിശ്വാസത്തോടെ പറഞ്ഞ ആ കുട്ടി പിന്നീട് ലോക ക്രിക്കറ്റിനെ തന്നെ തൻ്റെ ബാറ്റിലേക്ക് ചുരുട്ടിക്കിട്ടി. ക്രിക്കറ്റിലെ 100 അന്താരാഷ്ട്ര സെഞ്ചുറികൾ, ഏകദിനത്തിലെ ആദ്യ ഡബിൾ സെഞ്ചുറി, 24 വർഷം നീണ്ടുനിന്ന സമാനതകളില്ലാത്ത കരിയർ. സച്ചിൻ ഔട്ടായാൽ TV ഓഫ് ചെയ്തിരുന്ന ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു. ഇന്ത്യ തോറ്റാലും സച്ചിൻ നന്നായി കളിച്ചാൽ ആശ്വസിച്ചിരുന്നവർ. ഷെയ്ൻ വോണിനെ പോലെയുള്ള ഇതിഹാസ ബൗളർമാർക്ക് പോലും സ്വപ്നത്തിൽ പേടി സ്വപ്നമായിരുന്ന ആ സ്ട്രെയിറ്റ് ഡ്രൈവ് ഇന്നും കണ്ണടച്ചാൽ നമുക്ക് മുന്നിലുണ്ട്. വെറുമൊരു കളിക്കാരൻ എന്നതിലുപരി ഇന്ത്യയുടെ ഒരു വികാരമായിരുന്നു സച്ചിൻ. സച്ചിൻ്റെ കരിയറിനെ കുറിച്ച് പറയുമ്പോൾ 1998 ഷാർജയിലെ ആ ഇന്നിങ്സ് പറയാതെ വയ്യ. ആ മണൽക്കാറ്റിൽ ഓസ്ട്രേലിയൻ ബൗളർമാരെ നിലം പരിശാക്കി സച്ചിൻ നേടിയ ആ സെഞ്ചുറി ഇന്നും ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഇന്നിങ്സുകളിൽ ഒന്നായി നിലകൊള്ളുന്നു. അന്നത്തെ ആ കമന്ററി ബോക്സിലെ ടോണി ഗ്രെഗിൻ്റെ ശബ്ദം ഇന്നും നമ്മുടെ കാതുകളിലുണ്ട്. 2013 വാങ്കഡെ സ്റ്റേഡിയത്തിൽ കണ്ണീരോടെ ആ ബാറ്റ് താഴെ വയ്ക്കുമ്പോൾ സച്ചിൻ പറഞ്ഞത്, എൻ്റെ